തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന 30 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഉജ്ജ്വലമായ മൃഗശേഖരങ്ങൾക്ക് പുറമെ സമാനതകളില്ലാത്ത മനോഹരമായ ചുറ്റുപാടുകൾ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള അപൂർവം അവസരം പ്രദാനം ചെയ്യുന്ന 1859 പഴയ തിരുവിതാംകൂർ മഹാരാജാവ് മ്യൂസിയത്തിന്റെ അനുബന്ധമായി സ്ഥാപിച്ചതാണ് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന തിരുവനന്തപുരം മൃഗശാല. ഈ കാണുന്നതല്ല ഇതിന്റെ പ്രധാന കവാടം. ഇതൊരു കവാടമാണ്, എന്നാൽ ഇതിന്റെ അപ്പുറത്താണ് അകത്തേക്ക് കയറാനുള്ള പ്രധാന കവാടം. അതിനടുത്ത് തന്നെയുണ്ട് വളരെ വിശാലമായ പാർക്കിംഗ് ഏരിയ. കുറേയേറെ പോകേണ്ടി വരും വണ്ടി വെക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി, കാരണം അത്രയ്ക്ക് വാഹനങ്ങളുടെ പെരുപ്പമാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് സൂവിലേക്ക് പോകും വഴി ചെറിയ കടകൾ കാണാം. ചായയും ചെറിയ സ്നാക്സ് കഴിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കടകൾ, പിന്നെ അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും ചെറിയ കരകൗശല വസ്തുക്കളും ഒക്കെ മേടിക്കാൻ പറ്റുന്ന കടകൾ. അങ്ങനെ ആ കടകളിലെ കാഴ്ചകളും കണ്ട് തിങ്ങി നടക്കുന്ന ആളുകളുടെ ഇടയിൽ കൂടെ ഞങ്ങളും അതിന്റെ വാതിലിലേക്ക് പോകുവാണ്. മെയിൻ കവാടത്തിന്റെ സൈഡിലെ ചെറിയൊരു വാതിൽ കൂടെയാണ് ക്യൂ ആയിട്ട് അകത്തേക്ക് കടത്തുക. അകത്ത് കയറിയ ഞങ്ങളുടെ കണ്ണിൽ പെട്ടെന്ന് ഈ ബോർഡ് വന്നു പെട്ടു. ഞങ്ങൾ ഓടി അടുത്തേക്ക് ചെന്ന് നോക്കുവാണ് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നും അത് ഈ ഗ്രൗണ്ടിന്റെ ഏതൊക്കെ ഭാഗത്താണെന്നും കാണാൻ ഒക്കുന്ന ഒരു മാപ്പായിരുന്നു അത്. ഇവിടെ ഈ സൂ കൂടാതെ കുറെ ആർട്ട് ഗാലറികളും മ്യൂസിയവും അങ്ങനെ കുറെ സംഭവമുണ്ട്. അതിനോട് ചേർന്ന് വിശാലമായ ഒരു ഗാർഡനോ പാർക്കോ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷമിക്കണം സുഹൃത്തുക്കളെ, ആ ഗാർഡന്റെ കാഴ്ചകളൊന്നും ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ യാത്രയുടെ ഏക ലക്ഷ്യം ഇവിടുത്തെ മൃഗശാല കാണുക എന്നുള്ളത് മാത്രമാണ്. അതല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊന്നും ഈ വീഡിയോ തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം പാഴാക്കാതെ ആ ഗാർഡന്റെ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെ നടന്ന് നേരെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന മാവേലിക്കരയ്ക്ക് അടുത്ത് തന്നെയുള്ള ചെങ്ങന്നൂരിലെ കുറെ NCC കേഡറ്റുമാരും അവരുടെ ലീഡേഴ്സും ഒക്കെ ആ വഴി നിറഞ്ഞു നിൽക്കുകയാണ്. അവരെയും ഇവിടെ ഒരു സ്റ്റഡി ടൂറായിട്ട് വല്ലതും കൊണ്ടുവന്നതായിരിക്കും. അതിന്റെ അടുത്ത് തന്നെ ഒരു മൂവിംഗ് മൊബൈൽ ലൈബ്രറി കാണാം. നമ്മുടെ ഈ നടപ്പിന്റെ ആദ്യ ലക്ഷ്യം ടിക്കറ്റ് കൗണ്ടർ ആണ്. അങ്ങനെ നേരെ ടിക്കറ്റ് കൗണ്ടർ അടുത്തെത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിന് അടുത്തപ്പോൾ തന്നെ അവിടുത്തെ ആളുകളെ കണ്ട് ഞെട്ടിപ്പോയി. ഇന്നെങ്ങാനും കയറാൻ പറ്റുമോ ദൈവമേ എന്നതായിരുന്നു ഞങ്ങളുടെ ആകുലത. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ മാത്രമല്ല ഉള്ളത്, ക്ലോക്ക് റൂമും ഇൻഫർമേഷൻ കൗണ്ടറും ഉണ്ട്. എന്തായാലും ആദ്യമായി തന്നെ ടിക്കറ്റ് എടുക്കാൻ വിഷ്ണു പോയി നിൽപ്പുണ്ട്. 2 പേരും കൂടെ പോയി നിൽക്കേണ്ട കാര്യമില്ല, ഒരാൾ പോയി 2 പേർ കൂടെ ടിക്കറ്റ് എടുത്താൽ മതി. ടിക്കറ്റിന്റെ വിശാലമായ നിരക്കുകളൊക്കെ മുകളിൽ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് വേണ്ട. നമ്മുടെ നാട് നേരത്തെ വിദേശികൾ അധിനിവേശം ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല, വിദേശികളോട് പ്രത്യേക സ്നേഹമാണ്. നമുക്ക് 30 രൂപ ഉള്ളപ്പോൾ അവർക്ക് 200 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഇത്രയും വലിയ ഈ സൂവിന്റെ പ്രദേശമൊക്കെ നടന്നു കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക് കാറിന്റെ ഫെസിലിറ്റി ഉണ്ട്. അതൊരു കിടിലം പരിപാടിയാണ്. നമുക്ക് അകത്ത് വരുമ്പോൾ അതൊക്കെ കാണാം. നമുക്ക് എന്തായാലും നടക്കാൻ കാല് കുരുവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോലെ ക്യാമറ കൊണ്ട് വീഡിയോയും ഫോട്ടോയും എടുക്കുന്നുണ്ടെങ്കിൽ 50 രൂപ ഫോട്ടോയ്ക്കും, വീഡിയോ ആണെങ്കിൽ 200 രൂപ അടയ്ക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പണി, കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ കുടിക്കാനുള്ള വെള്ളം മാത്രം കയ്യിലെടുത്തിട്ട് ആ ബാഗ് കൊണ്ടുവന്ന് ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കണം. അവിടെ സൂക്ഷിച്ചു വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് ടോക്കൺ തരും, ആ ടോക്കൺ കളയാതെ സൂക്ഷിക്കണം. ഇനിയും കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കുപ്പി ഇൻഫർമേഷൻ സെന്ററിൽ അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. അവിടെ കൊണ്ടുവന്ന് ഒരു ഫീ അടച്ച് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു തരും. എന്തിനാണെന്ന് അറിയാമോ? ഈ പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്. തിരികെ ഇറങ്ങുമ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പി കാണിച്ചാൽ ആ പൈസ തിരിച്ചു തരും. വാതിൽക്കൽ സെക്യൂരിറ്റിയെ ടിക്കറ്റും കാണിച്ച് നേരെ അകത്തേക്ക് പോവുകയാണ്. ഈ വാതിൽ കഴിഞ്ഞാൽ ഇനി അടുത്തൊരു വാതിലുണ്ട്, അവിടെയുമുണ്ട് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ മറ്റൊരു സെക്യൂരിറ്റി. അങ്ങനെ അവിടെയും ടിക്കറ്റ് ചെക്ക് ചെയ്ത് നമ്മൾ സൂവിന്റെ കാഴ്ചകൾ തുടങ്ങുവാണ് സുഹൃത്തുക്കളെ. പല സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ വരുന്ന കുട്ടികളുടെ വലിയ നിരകൾ ഇവിടെ കാണാൻ കഴിയും. കുട്ടികൾ മാത്രമല്ല, കുട്ടികളെയും കൊണ്ടുവരുന്ന ടീച്ചേഴ്സും കൂടാതെ മറ്റ് കുടുംബങ്ങളും യൗവനക്കാരും കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. അതും ഇതൊക്കെ വായി നോക്കി നിന്നാൽ സമയത്തിന് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേഗം പോയി കാഴ്ചകൾ കാണാം. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വനത്തിനകത്തോട്ട് കയറുന്ന ഒരു കുളിർമയും സുഖവുമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു വലിയ സുരക്ഷിതത്വം, ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. നിറയെ മരങ്ങൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ വനത്തിന് നടുക്കൂടെ വലിയ റോഡുകളും മതിലുകളും ഇരുമ്പ് കമ്പിവേലികളൊക്കെ ഇട്ട് നിരത്തി സുരക്ഷിതമാക്കിയിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് തന്നെയാണ് ഈ ബയോളജിക്കൽ സൂ. അവിടെ നമ്മളെ നയിക്കാൻ ആരുമില്ല, കാണുന്ന വഴിയിലൂടെ കയറി പോവാണ്. അങ്ങനെ മുമ്പോട്ട് നടന്ന് അടുത്തതായിട്ട് കാണാൻ പോകുന്നത് വംശനാശത്തിന്റെ ഭീഷണിയുടെ വക്കിൽ നിൽക്കുന്ന ലയൺ ടെയിൽഡ് മക്കാക്ക്.
സുഹൃത്തുക്കളെ, ഈ കാണുന്നതൊന്നും ഇവയുടെ കൂടുകളല്ല. പണ്ടത്തെ പോലെ ഓരോ ആനിമൽസിനെയും ഇരുമ്പഴിക്കുള്ളിൽ ഇട്ട് കാണിക്കുന്ന കാഴ്ച ബംഗ്ലാവല്ല, പകരം ഓരോ ആനിമൽസും താമസിക്കാൻ പറ്റുന്ന വാസസങ്കേതങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം അവയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ഓരോ സെറ്റപ്പുകളും. ഈ കിടങ്ങിനുള്ളിൽ മതിലുകൾക്കകത്ത് രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സിംഹവാലൻ കുരങ്ങുകളെ കാണാം. മറ്റ് കുരങ്ങുകളെ പോലെ അല്ലത്, മനുഷ്യനോടുള്ള അടുപ്പം ഇഷ്ടപ്പെടാത്ത ഒരു കുരങ്ങാണിത്. അപ്പൊ നമുക്ക് അടുത്ത ആള് ആരാണെന്ന് നോക്കാം. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, സാധാരണ കുരങ്ങാണ്, വള്ളിക്കുരങ്ങൻ. കുരങ്ങനെ അറിയാത്തവർ ആരും തന്നെ ഇല്ല. നമ്മുടെ പല യാത്രകളിലും വഴിയിലെല്ലാം കുരങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കാഴ്ചയല്ലത്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ആ സ്ഥലങ്ങളെല്ലാം വൃത്തിയായി പരിപാലിക്കുന്ന, അവിടുത്തെ മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന വലിയ കൂട്ടം ജോലിക്കാരെ എല്ലായിടത്തും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭയങ്കര വൃത്തിയോടെയാണ് ഓരോ സ്ഥലവും ഉള്ളത്. നടക്കുന്നതിനിടയ്ക്ക് തന്നെ കാല് കഴിക്കുവാണെങ്കിൽ ഇരിക്കാനുള്ള ചെറിയ വിശ്രമ കേന്ദ്രങ്ങളും വഴിക്കെല്ലാം കാണാം. ഈ സൂവിന്റെ ഓരോ ഭാഗവും കടക്കുമ്പോൾ ഇതിന്റെ നല്ല പരിപാലനത്തിന്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാം. സുഹൃത്തുക്കളെ, ഈ യാത്രക്കിടയ്ക്ക് ഏതെങ്കിലും മൃഗം വിട്ടുപോവുകയാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇതിനു മുമ്പ് തൃശൂർ സൂവിന്റെയും മറ്റും വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇത് കഴിഞ്ഞ് അത് പോയി കാണാൻ മറക്കല്ലേ. അതാണ്ട് ആ ചിറക് വിടർത്തി പറക്കുന്ന ആശാനെ കണ്ടില്ലേ? ഇത് വലിയ മൂങ്ങയാണ്. ചെറിയ മൂങ്ങയൊന്നുമല്ല, നല്ല വലിപ്പമുണ്ട്. ബ്രൗൺ നിറവും നല്ല ഉണ്ട കണ്ണുമുള്ള മൂങ്ങ. ഓരോ മൃഗത്തിന്റെ പേരും ഡീറ്റെയിൽസും അടങ്ങുന്ന ബോർഡുകൾ ഓരോ കൂടിന്റെ മുമ്പിലുമുണ്ട്. കുട്ടികൾക്ക് ഇതൊരു പഠനയാത്രയാണെങ്കിൽ നമുക്ക് ഇതൊരു വിനോദയാത്രയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഈ ബോർഡുകൾ കാണാറില്ല. നമ്മൾ നടന്നു വരുന്ന ഓരോ വഴികളും ഓരോ ആനിമൽസിന്റെയും സങ്കേതങ്ങൾക്ക് ചുറ്റുമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കണ്ട ആനിമൽസിനെ തന്നെ അതിന്റെ പുറകിൽ നിന്നൊക്കെയുള്ള കാഴ്ച നമുക്ക് വീണ്ടും കിട്ടും. ഈ ചില്ലിക്കൂട്ടിൽ നിറയെ വെള്ളിക്കോഴി എന്നിങ്ങനെയൊക്കെ പേരുകളുള്ള ചില പക്ഷികളാണ്. നമ്മുടെ ഇതിനു മുമ്പുള്ള പല യാത്രകളിലും അത് കാണാറുണ്ട്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യുവാണ്. ഈ കാണുന്നത് കരടിയുടെ ആവാസ വ്യവസ്ഥയാണ്. ആശാനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. ദൂരെ ആ മതിലിനോട് ചേർന്ന് താഴെ ഒരു കല്ലിന് മറഞ്ഞ് കറുത്ത എന്തോ ഒന്ന് പൊങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? അതാ കരടിയാണ്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പന്നിക്കരടി അഥവാ തേൻകരടി. ഇതിന്റെ ആവാസ വ്യവസ്ഥയിലും ഒരു ചെറിയ കുളം കാണാൻ പറ്റുന്നുണ്ട്. ഇത് കഴിഞ്ഞ് മുമ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ വലിയൊരു പോണ്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ടാങ്കിനകത്ത് രണ്ട് വലിയ നീർനായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൊണ്ട് കൊടുത്തേയോളം തോന്നുന്ന ആ മീനിനെ കാഴ്ചയ്ക്ക് നല്ല വിളഞ്ഞു മുറ്റിയ കായൽ സിലോപ്പിയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ മനുഷ്യന്മാർ കൈകൊണ്ട് സാധനം പിടിക്കുന്ന പോലെ അതിന്റെ മുമ്പിലത്തെ രണ്ട് കൈകൊണ്ട് ആ മീൻ പിടിച്ചു വെച്ച് കടിച്ചു പറിച്ച് തിന്നുകയാണ്. അത് ശരിക്കും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഞങ്ങൾ ഇതുവരെ കണ്ട കാഴ്ചയിൽ ഏറ്റവും ആകാംക്ഷയുള്ള കാഴ്ചയായിരുന്നു ഇത്. നമ്മൾ എറണാകുളം ജില്ലയിലെ മാൻഗ്രൂവ് ഫോറസ്റ്റിനകത്തൂടെയുള്ള ബോട്ടിങ്ങിൽ വെള്ളത്തിൽ കണ്ടിരുന്നു ഈ നീർനായ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ലുക്ക് കണ്ടിട്ട് കീരിയുടെ മുഖമാണ്. അങ്ങനെ അവന്മാരിന്ന് വെട്ടി വിഴുങ്ങട്ടെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതിവിടുത്തെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്, ഒരു ജലതടാകം. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള സൂവിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം ചില ഘടകങ്ങളാണ്. വലിയ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ ഒരു ജലതടാകം. സൂക്ഷിച്ചു നോക്കിയാൽ ആ ജലത്തിനുള്ളിൽ വലിയ മീനുകളെ കാണാം. ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആറാടുകയാണ്. ആ ചെറിയ തടാകത്തിന്റെ കാഴ്ച ഇറങ്ങി എന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരേ സമയം പ്രകൃതിയോട് ഇണങ്ങിയും അതേസമയം മനുഷ്യർക്കെല്ലാം കണ്ട് ആസ്വദിക്കാൻ തക്ക സൗകര്യങ്ങൾ ഒരുക്കിയും ഇതൊരു നമ്പർ 1 പ്ലേസിലേക്ക് സ്ഥാനം പിടിക്കുവാണ്. 98 ഇനങ്ങളിൽപ്പെട്ട 1025 ആനിമൽസ് ഉള്ള ഇവിടെ അവയുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് മൃഗശാലയിൽ വെറ്റിനറി ജീവനക്കാരുടെ ഒരു ടീമും സുസജ്ജമായ മൃഗശാല ആശുപത്രിയുമുണ്ട്. ധാരാളം ദേശാടന പക്ഷികൾ ഉൾപ്പെടെ 93 ഇനം സ്വതന്ത്രമായി വിഹരിക്കുന്ന പക്ഷികളെ പിന്തുണയ്ക്കുന്ന നല്ല മരങ്ങളുള്ള പ്രകൃതി ദൃശ്യങ്ങളുള്ള നാച്ചുറൽ സീൻസ് ഉള്ള നാച്ചുറൽ പോണ്ടും നാച്ചുറൽ ലേക്കും ഒക്കെയുള്ള ഒരു അടിപൊളി മൃഗശാലയാണിത്. പിന്നെ ചെല്ലുന്നത് മുമ്പേ കണ്ട ആ തടാകത്തിന്റെ തന്നെ ഭാഗമായ ഒരു പ്രദേശമാണ്. അതിൽ നടുക്ക് കുറച്ചു ഭാഗം ഒരു കരയുണ്ട്, ഒരു ചെറിയ ഐലൻഡ് പോലെ. അവിടെയുണ്ട് കുറെ മരങ്ങൾ. ആ സ്ഥലം നിറയെ പക്ഷികളും മറ്റ് ജീവജാലങ്ങളുമാണ്, പ്രത്യേകിച്ച് വെള്ളത്തിനോട് അടുത്ത് കഴിയുന്നവ. പലതരത്തിലുള്ള കൊക്കുകളും അരയന്നങ്ങളും ഒക്കെയുള്ള വലിയൊരു കൂട്. ഇവിടെ ഈ വെള്ളത്തിൽ വെച്ച് ഏറ്റവും മനോഹരവും ഏറ്റവും ഉയരവുമുള്ള ഒരു കൂടായിരിക്കും ഇത്. അങ്ങ് മരത്തിന്റെ മുകളിൽ നിന്ന് നെറ്റ് താഴേക്ക് ഇട്ടിരിക്കുവാണ്. നിറയെ പക്ഷികളാണ്, അത് പലതരത്തിലുള്ളത്. അവയിൽ ചിലതാണെങ്കിൽ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. നമ്മൾ ചില ബേർഡ് സാങ്ച്വറികളിൽ സന്ദർശിച്ചപ്പോൾ ഇവയിൽ ചിലതിനെ അവിടെ അങ്ങ് ദൂരെ കാണാൻ കഴിഞ്ഞു. എന്നാൽ അതൊക്കെ അങ്ങ് ദൂരത്തായിരുന്നു. എന്നാൽ ഇത് വളരെ അടുത്ത് മനോഹരമായി കാണാൻ കഴിയുന്ന ഒരിടം. ചില്ലിക്കൂടുകൾക്ക് ഇപ്പുറം നിന്ന് കാണാൻ പറ്റുന്ന, അതിനെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരിടം.
കയ്യിലെ കുപ്പിയിലെ വെള്ളം തീർന്നെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്കെല്ലാം നിറയ്ക്കാൻ ഫിൽട്ടർ ചെയ്യുന്ന മിഷൻ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. മുളഞ്ചില്ലകൾ തണലേകുന്ന വഴിത്താരയിലൂടെ മറ്റൊരു കാഴ്ചയിലേക്കാണ് നമ്മുടെ ഈ യാത്ര. കാട്ടിലെ രാജാവ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാകുന്നതിന് മുമ്പ് ഇവന്റെ സ്ഥാനമായിരുന്നു അത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിലും കാണാം ഇവന്റെ 4 രൂപങ്ങൾ. പക്ഷെ അണ്ണൻ ഇപ്പോൾ കാട്ടിൽ നല്ല സമയമല്ലാത്തതുകൊണ്ട് നാട്ടിലാണ്. ഇവിടെയാണെങ്കിൽ കിടന്ന് ഗർജിക്കേണ്ട, ഇരപിടിക്കാൻ ഓടേണ്ട, നല്ല ചിക്കൻ ലെഗ് തട്ടി ചുമ്മാ ഇടയ്ക്ക് 2 സ്ലോ മോഷൻ നടത്തം കൂടെ കൊടുത്തിട്ട് പോയി കിടന്നുറങ്ങാം. ആൺസിംഹം മാത്രമല്ല പെൺസിംഹവും ഉണ്ട്. പക്ഷേ ഇപ്പോ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. സോ ഒരുത്തനെ മാത്രം ജസ്റ്റ് ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടി. മറ്റേ ആള് അവിടെ കോഴിക്കാല് കഴിച്ചോണ്ടിരിക്കുകയാണ്. കോഴിക്കാലൊന്നും ആയിരിക്കത്തില്ല, ബീഫായിരിക്കും, അല്ലാതെ എന്തുവാ. ഇതാണെങ്കിൽ ആന്ധ്രാപ്രദേശിന്റെ സംസ്ഥാന മൃഗം കൃഷ്ണമൃഗം അഥവാ ബ്ലാക്ക് ബക്ക്. ഇന്ത്യ, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ചിലകളും പച്ചവെള്ളവും ചവച്ചരച്ചിറക്കുന്ന സാധുജീവി. പേര് ബ്ലാക്ക് ബക്ക് എന്നാണെങ്കിലും ചില വൈറ്റ് ബക്കിനെയും നമുക്ക് കാണുന്നുണ്ട്. പിന്നെ അടുത്ത് തന്നെയുണ്ട് പുള്ളിമാൻ. ദേഹത്തൊക്കെ പുള്ളിയാണെങ്കിലും പുള്ളിയാള് ഭയങ്കര ഡീസന്റ് ആണ്. പകല് വെജ് മാത്രമേ കഴിക്കുള്ളൂ. രാത്രി കിടന്നുറങ്ങുമായോണ്ട് അന്നേരം കഴിക്കാനും പറ്റത്തില്ല, പാവം. കാട്ടിലാണെങ്കിൽ ഓടിച്ചാടി നടന്ന് പുല്ലുകൾ മേഞ്ഞ് സുഖിച്ചിങ്ങനെ നടക്കുമ്പോഴായിരിക്കും ഒരു പുള്ളിപ്പുലി ഓടിച്ചിട്ട് പിടിച്ചിട്ട് തട്ടി സാപ്പിടുന്നത്. ഇതാകുമ്പോ വലിയ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലെങ്കിലും ഓസിന് ഫുഡും കഴിച്ച് ഫ്രീ ആയിട്ട് ചികിത്സയൊക്കെ കിട്ടി കൂട്ടുകാരൊക്കെ കൂടി സാറ്റൊക്കെ കളിച്ച് നടക്കാം. പുള്ളിപ്പുലി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദേ കിടക്കുന്ന മുറ്റൊരൈറ്റം ഒരു തടിയുടെ പുറത്ത് കയറി വിജൃംഭിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അത് പെൺപുലി ആയിരിക്കും. കാരണം വേലിക്ക് പുറത്ത് അന്യപുരുഷന്മാരുടെ എണ്ണം കൂടിയപ്പോൾ ആൺ പുള്ളിപ്പുലിയുടെ സ്ലോ മോഷൻ വരവാണ്. ഇളകയുള്ള നടത്തം കണ്ടില്ലേ? ആണൊരുത്തൻ ഇവിടെ ഉണ്ടടാ എന്നാണെന്ന് തോന്നുന്നു ഇതിന്റെ മെസ്സേജ്. നേരെ പെൺപുലി കിടക്കുന്നിടത്തേക്ക് ചാടി കയറി. കണ്ട, ഇവൻ നാട്ടുകാരെടുക്ക മാത്രമേ ഉള്ളൂ ഷോ. വാ പൊളിക്കുന്നതും ഡയലോഗ് അടിക്കുന്നതും പെൺപുലിയാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? വീട്ടിൽ പല പുലികളും പൂച്ചയാണ്. പൂച്ചയും മാർജാര വംശമായതുകൊണ്ട് നാണക്കേടില്ല. പിന്നെയും മുൻപോട്ട് പോയാൽ ഇരുമ്പഴിക്കുള്ളിൽ തെക്ക് വടക്ക് ഉലാത്തുന്ന ഒരു യമണ്ടൻ കടുവയെ കണ്ടു. ആദ്യം കരുതിയത് അത് ലൈഗർ ആണെന്നാണ്. എന്നാൽ പിന്നെ തോന്നി അത് വെള്ള കടുവ തന്നെയാണെന്ന്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ബംഗാൾ കടുവയുടെ ഒരു റിസസീവ് മ്യൂട്ടന്റ് വകഭേദമാണ് വെള്ളക്കടുവ. മുൻ നാട്ടുരാജ്യമായ റേവയിലെയും ആസാം, ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെയും വനങ്ങളിലാണ് ഇവയെ കണ്ടു തുടങ്ങിയത്. ബംഗാൾ കടുവകൾ തമ്മിൽ ഇണചേരുമ്പോൾ ഒരു വെള്ളക്കടുവ ഉണ്ടാവാനുള്ള സാധ്യത 15,000-ൽ 1 ജനിക്കുമ്പോഴും അതിനുശേഷവും വെളുത്ത ജീൻ ഇല്ലാത്ത സാധാരണ കടുവകളെക്കാളും വലിപ്പമുണ്ടാകാറുണ്ട് ഈ വെള്ളക്കടുവയ്ക്ക്. ഇവിടെ വിദേശികൾക്ക് കയറാൻ എൻട്രി ഫീ കൂടുതലാണെങ്കിലും കുറെ വിദേശികളെ ഇവിടെ കാണാൻ കഴിയും. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും, അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും കുറെ വിദേശീയരെ ഞങ്ങൾ ഇവിടെ കണ്ടു. ഇത്രയും ആളുകൾ എത്തുന്ന സ്ഥലമായതുകൊണ്ടാകാം ചിലയിടത്ത് ഫസ്റ്റ് എയ്ഡ് പോസ്റ്റുകൾ കണ്ടു. ശരിക്കും ഞങ്ങൾ അകത്ത് കയറിയപ്പോഴാണ് ഇലക്ട്രിക് കാർ ഫെസിലിറ്റി ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടികളെയും അധ്യാപകരെയും ഇറക്കുന്ന നിരന്നു കിടക്കുന്ന ഇലക്ട്രിക് കാറുകൾ. 7 സീറ്റ്, 11 സീറ്റ് എന്നീ 2 ടൈപ്പ് വണ്ടിയുണ്ട്. ഒറ്റയാളായിട്ട് വേണമെങ്കിലും നമുക്ക് കയറാം, കൂട്ടമായിട്ടും കയറാം. അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. മാത്രമല്ല കൃത്യമായ ഒരു ഓർഡറിൽ ഓരോന്നും കണ്ടുപോകാനും പെട്ടെന്ന് കണ്ടു കഴിയാനും അതിലുപരി ശാരീരിക ബലഹീനതകൾ ഉള്ളവർക്ക് ഇത് ഏറ്റവും ഉപകാരപ്പെടും. ഇത് നമ്മുടെ ഇന്ത്യൻ കടുവയുടെ ഏരിയയാണ്. പക്ഷെ ഇരുമ്പഴിക്കുള്ളിൽ അല്ലാത്തത് കൊണ്ട് ആശാനെ കണ്ടുകിട്ടാനേ ഇല്ല. നമ്മൾ എന്തായാലും ഒരു 15 മിനിറ്റ് നിന്നാൽ ഒരു പക്ഷെ കണ്ടേക്കാം. പക്ഷെ ഒരു ദിവസം കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ള പ്ലാൻ വെച്ച് നോക്കുമ്പോൾ പാഴാക്കാൻ ഒരു നിമിഷം പോലും ഇല്ല. അപ്പോൾ അടുത്തത് കാണാൻ പോകുന്നത് കഴുതപ്പുലിയുടെ അല്ലെങ്കിൽ ഹൈനയുടെ ആവാസ കേന്ദ്രമാണ്. അതിനകത്തുണ്ടാക്കിയിരിക്കുന്ന സെറ്റപ്പ് കണ്ടില്ലേ? ചെറിയ ഗുഹയും കുളവും തണലിനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. നമുക്ക് ദൂരെ ആ ചെടിയുടെ ചുവട്ടിൽ ഉറങ്ങുന്നത് ജസ്റ്റ് കാണാം. ആഹാരം കഴിച്ചതിന് ക്ഷീണം മാറ്റാനുള്ള വിശ്രമത്തിലാണ് ഇവനും. പിന്നെ നടക്കുവാണ് അടുത്ത കാഴ്ചയിലേക്ക്. ഇതാണ് യമു. ഒട്ടകപ്പക്ഷി കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ പക്ഷി. ഏതുതരം പ്രതികൂല സാഹചര്യങ്ങളുമായും ഇണങ്ങാനുള്ള കഴിവ്, ഉയർന്ന രോഗപ്രതിരോധ ശക്തി എന്നിവ ഈ കാട്ടുപക്ഷിയുടെ പ്രത്യേകതയാണ്. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് കാണ്ടാമൃഗത്തിന്റെ ആവാസ വ്യവസ്ഥ. അങ്ങ് ദൂരെ കാണുന്ന അതിന്റെ ഗുഹ കണ്ടില്ലേ? അതിന്റെ മുമ്പിലുള്ള തെങ്ങിൻ ചൂട്ടിൽ വെട്ടിയിട്ട ബായത്തട്ട് പോലെ കിടപ്പുണ്ടാ കാണ്ടാമൃഗം. പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തൊലിക്കെട്ടി ആയതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കൂല. അവ ഓരോന്നിനും ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളും അതിലെ സൗകര്യങ്ങളും അടിപൊളിയാണ്. ഇന്ത്യ, നേപ്പാൾ, ഹിമാലയത്തിന്റെ താഴ്വരകൾ എന്നീ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഭാരം വളരെ നിസ്സാരമാണ്. 2200 കിലോ മുതൽ 3000 കിലോ വരെ മാത്രം. അതായത് 3 ടൺ. ഇത് നമ്മളെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വെറുതെ മണ്ടയ്ക്ക് വീണാൽ മതി, ചപ്പിളിച്ചു പോകും.
ഹിപ്പപ്പൊട്ടാമസ് ആണ്. ആനയും കാണ്ടാമൃഗവും കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ഈ നീർക്കുതിര. ഈ വലിയ വെള്ളത്തിനകത്ത് ആശാൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, 2-3 ഉണ്ട്. ഈ ചൂടിന്റെ ആധിക്യം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ഇവരിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നത്. വൈകുന്നേരം വരെയും യുവമാർക്ക് ഇത് തന്നെയാണ് പണി. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പുല്ല് തിന്നാൻ വേണ്ടി കരയിലോട്ട് കയറും. അതുവരെ ഫുൾ വെള്ളത്തിലാണ്. 50 വർഷം മുതൽ 60 വർഷം വരെ ആയുസുള്ള ജീവിയാണ് ഈ നീർക്കുതിര. അടുത്ത് തന്നെയുണ്ട് സാമ്പാർ ഡീർ. രാവിലെ ദോശയും സാമ്പാറും, ഉച്ചയ്ക്ക് ചോറും സാമ്പാറും, രാത്രിയിൽ ചപ്പാത്തി സാമ്പാറും കഴിക്കുന്നതുകൊണ്ടല്ല പേരിങ്ങനെയായത്. ജോലിക്കാരന് ആഹാരം കൊടുക്കുവാണ്. ഒരു പഴുത്ത ഏത്തക്കലയുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇതിനെ കലമാൻ എന്നും മ്ലാവ് എന്നും പറയാറുണ്ട്. ഇന്ത്യയിലാകെ 8 തരം മാനുകളാണ് ഉള്ളത്. കലമാൻ, പുള്ളിമാൻ, കേഴമാൻ എന്നിവയെ കേരളത്തിൽ കാണുന്നു. ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ മാനിനം ഇതാണ്. അരണ്ട തവിട്ട് നിറത്തിൽ കാണുന്ന ഇതിന് നീണ്ട കാലുകളും ചെറിയ വാലുമാണുള്ളത്. ആണിന് മാത്രമേ കൊമ്പുള്ളൂ, അതും 3 കവരങ്ങളുള്ള കൊമ്പ്. കേരളത്തിലെ കാടുകളും കാലാവസ്ഥയും ഇവയ്ക്ക് വളരെ അനുയോജ്യമാണ്. ഈ കിടക്കുന്നതാണ് കാട്ടുപോത്ത്. ഒരെണ്ണം മാത്രമല്ല, 2-3 ഉണ്ട്. ഇത്രയും വലുപ്പമുള്ള ഒരു മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നാണം കുണുങ്ങിയതും ശാന്തനുമായ ഒരു മൃഗമാണ് കാട്ടുപോത്ത്. ഉപദ്രവിച്ചാൽ അല്ലാതെ ഇവ ആക്രമിക്കാറേയില്ല. തെക്കേ ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇവ മനുഷ്യരെ വളരെ അടുത്തുവരെ എത്താൻ അനുവദിക്കാറുണ്ട്. ഇതൊക്കെയാണ് വിക്കിപീഡിയ പറയുന്നത്. ഇത് കേട്ട് അടുത്ത് ചെല്ലാൻ നിൽക്കണ്ട, കാരണം കാട്ടുപോത്ത് വിക്കിപീഡിയ വായിക്കാറില്ല. ഓരോ ഭാഗത്ത് പോകുമ്പോഴും അവിടെ കാണുന്ന കാഴ്ച എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന ബോർഡുകൾ ആ ഭാഗത്ത് തന്നെ കാണും. ആ ഭാഗത്താണ് പുള്ളിപ്പുലി, ബംഗാൾ കടുവ, വെള്ളക്കടുവ, സിംഹം, കഴുതപ്പുലി എന്നിവയെ ഇരുമ്പഴിക്കുള്ളിൽ ഇട്ടിരിക്കുന്നത്. ആദ്യം കാണാം ബംഗാൾ കടുവ. പ്രധാനമായും ഇന്ത്യയിലും ബംഗ്ലാദേശിലും കാണപ്പെടുന്ന കടുവകളുടെ ഒരു സബ്സെക്ഷനാണ് ബംഗാൾ കടുവ. കൂടാതെ ഇവ നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന കടുവ ഇനം ഇതാണെന്ന് ഇന്ത്യ സർക്കാരിന്റെ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി കണക്കാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ മൃഗം ബംഗാൾ കടുവയാണ്. 100 വർഷത്തിന് മുമ്പ് 1 ലക്ഷത്തോളം എണ്ണം ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ബംഗാൾ കടുവകൾ ഇന്ന് ശേഷിക്കുന്നത് വെറും 2000-ഓളം മാത്രമാണ്. അടുത്തത് പുള്ളിപ്പുലി. അത് ആ കൂട്ടിനുള്ളിൽ കിടക്കുകയാണ്. അതിന് മുമ്പിൽ കിടക്കുന്നത് ബീഫാണെന്ന് തോന്നുന്നു. വേട്ടയാടി തിന്നാത്തത് കൊണ്ട് തന്നെ വലിയ വിലയൊന്നുമില്ല. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ഇന്ത്യൻ പുള്ളിപ്പുലിയാണിത്. വർദ്ധിച്ചു വരുന്ന വേട്ടയാടലും കള്ളക്കടത്തും കാരണം ഇവ ഇന്ന് അപകട നിലയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവാസ സ്ഥാനങ്ങളുടെ നാശവും ഇവയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും ഇവൻ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സാധ്യത കാണുന്നില്ല. നമ്മൾ ഓൾറെഡി പുള്ളിപ്പുലിയെ കണ്ടതാണ്. സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ കൂട്ടിൽ കിടക്കുന്നത് ഹൈനയാണ്, കഴുതപ്പുലി. ഇതിനു മുമ്പ് കിടന്നുറങ്ങുന്ന ഹൈനയെ കണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റിയില്ല. ഇപ്പോഴാണെങ്കിൽ അടുത്ത് കാണാനുള്ള ഭാഗ്യമുണ്ട്. ഇവനാണെങ്കിൽ നല്ല കൃമികടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വേവരാതി പിടിച്ചോടുകയാണ്. കഴുതപ്പുലികളുടെ ആക്രന്ദനം, അതായത് ഉണ്ടാക്കുന്ന ശബ്ദമായിരിക്കും മനുഷ്യന്റെ ഉറക്കെയുള്ള പൊട്ടിച്ചിരിക്ക് സമാനമാണ്. പട്ടിയുടെ കൂട്ട് തെരഞ്ഞു പിടിച്ചും ചുറ്റി വളഞ്ഞും ഓടിപ്പിടിച്ചും കീഴ്പ്പെടുത്തി ഇരകളെ ആക്രമിക്കുക, ഭക്ഷണം അതിവേഗത്തിൽ അകത്താക്കുക തുടങ്ങിയവയാണ് ഇവയെ ശ്വാനവർഗത്തോട് അടുപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവനെ കണ്ടോ? ഇത് കണ്ടിട്ട് ഒന്നുകിൽ മ്യൂൾ അഥവാ കോവർ കഴുത അല്ലെങ്കിൽ ഹിന്നി, രണ്ടും കുതിരയുടെയും കഴുതയുടെയും സങ്കര ഇനമാണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ പേര് നോക്കാൻ മറന്നുപോയി. അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യുക. ഇതിന്റെ വാൽ എവിടെ പോയി എന്നതാണ് ഞങ്ങളുടെ അടുത്ത സംശയം. കണ്ടിട്ട് കുതിരയുടെ മുഖഛായ ഉണ്ടെങ്കിലും ഇവന്റെ ശരീരപ്രകൃതി ഒരു മാനിനേക്കാൾ വലിയ സൈസൊന്നുമില്ല. അതാണ് ഡൗട്ട്. എന്തായാലും അടുത്തത് കാണാം. ഇതാണ് സൺ കുണൂർ. വടക്കു കിഴക്കൻ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഇടത്തരം വലിപ്പമുള്ള ആകർഷകമായ നിറമുള്ള ഒരു തത്തയാണ് സൺ കുണൂർ. കറുത്ത കൊക്കുകളും പ്രധാനമായും സ്വർണ്ണ മഞ്ഞ തൂവലുകളും ഓറഞ്ച് നിറത്തിലെ താഴ്ഭാഗവും മുഖവും പച്ചയും നീലയുമുള്ള ചിറകുകളും വാലുകളും എല്ലാം കൂടി ഈ പക്ഷിയെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ ഉയർന്ന കൂട്ടിൽ ഇത് കുറച്ചധികമുണ്ട്. തൊട്ടടുത്ത് കൂട്ടിൽ കിടപ്പുണ്ട് സപ്തവർണ്ണ തത്ത. പഞ്ചവർണ്ണ തത്തയല്ല, അത് 5 നിറയേ ഉള്ളൂ. ഇത് 7 നിറമുണ്ട്. മക്കൗ പാരറ്റ്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന സപ്തവർണ്ണ കിളിയാണ് ഈ മക്കൗ. സ്കാർലറ്റ് മക്കൗ പാരറ്റ് ആണ് ഈ കാണുന്ന ഇനം എന്ന് തോന്നുന്നു. ഏതാണ്ട് 81 സെന്റിമീറ്റർ നീളവും ശരാശരി 1 കിലോഗ്രാം ഭാരവും ഇവയ്ക്കുണ്ടാകും. നീളത്തിൽ പകുതിയോളം നീണ്ട വാലാണ്. തൂവലുകൾ ഏറെയും സ്കാർലറ്റ് എന്നറിയപ്പെടുന്ന ഓറഞ്ച് കലർന്ന ചുവന്ന നിറമാണ്. എന്നാൽ ചിറകുകൾ മഞ്ഞയും നീലയും, വാലിന് ചുവന്ന നിറവുമാണ്. തൊട്ടടുത്ത് തന്നെ ചില്ലുകൂട്ടിൽ കുറെ മുള്ളൻ പന്നികൾ കിടപ്പുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന കറുത്ത ശരീരവും കറുപ്പും വെളുപ്പും നിറത്തിലെ മുള്ളുകളുള്ള
അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുള്ളൻ പന്നികൾ. പേരിൽ കാണും പോലെ ഇവയ്ക്ക് പന്നിയുമായി യാതൊരു ബന്ധവുമില്ല. ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണമാണ് അവയ്ക്ക് ഈ മുള്ളുകൾ. ഇപ്പൊ എല്ലാരും കിടന്നുറങ്ങുവാണെന്ന് തോന്നുന്നു. ഇതവരുടെ നൈറ്റ് ടൈം ആയിരിക്കും മേ ബി. ഈ കാണുന്ന മൃഗമാണ് നീലക്കാള അഥവാ നീൽഗൈ. കാഴ്ചയിൽ കാളയോടും കുതിരയോടും സാദൃശ്യം തോന്നിക്കുന്ന നീലക്കാള മാൻവർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ദക്ഷിണ നേപ്പാൾ എന്നീ സ്ഥലങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ഇവ കാർഷിക വിളകൾ കൂട്ടത്തോടെ തിന്നു നശിപ്പിക്കാറുണ്ട്. എങ്കിലും പശുവിനോട് സാദൃശ്യമുള്ളതിനാൽ നമ്മുടെ ഈ വടക്കേന്ത്യയിലെ ഗ്രാമവാസികൾ ഇതിനെ ഉപദ്രവിക്കാറില്ല. സാധാരണയായി ശബ്ദമുണ്ടാക്കാത്ത ഇവ ഭയപ്പെടുമ്പോൾ ഉറക്കമുരുളുന്നു. നാട്ടിലിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന പ്രധാന വന്യജീവികളിൽ ഒന്നാണിത്. അതോടൊപ്പം തന്നെ മയിലുകളുടെ ഒരു കളക്ഷനും ഇവിടെ തന്നെയുണ്ട്. ആൺ പെൺ മയിലുകളെ കാണാം. എന്നാൽ പലയിടങ്ങളിലും നേരിട്ട് വളരെ അടുത്ത് തടസ്സങ്ങൾ കൂടാതെ മയിലിനെ കണ്ടിട്ടുള്ളതുകൊണ്ട് അതൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നില്ല. പക്ഷികൾക്ക് പുറമെ നിരവധി ഇനം ചിത്രശലഭങ്ങൾ, ഡ്രാഗൺ ഫ്ലൈകൾ, സാംസൽ ഈച്ചകൾ, ഉറുമ്പുകൾ, വണ്ടുകൾ, ചിലന്തികൾ മുതലായവയുടെ ആവാസ കേന്ദ്രമായി ഈ മൃഗശാല പ്രവർത്തിക്കുന്നു. സ്വതന്ത്രമായി വിഹരിക്കുന്ന ജന്തുജാലങ്ങൾക്ക് പുറമെ മൃഗശാലയ്ക്കുള്ളിൽ വിദേശവും തദ്ദേശീയവുമായ സസ്യ ഇനങ്ങളിൽപ്പെട്ട 100-ലധികം വ്യത്യസ്ത ഇനങ്ങളും മികച്ച അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. സന്ദർശകർക്ക് മൃഗശാലകളിൽ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പ്രത്യേക ഒരിടം കാണാം. അവിടെ നിരവധി ആതിഥേയ സസ്യങ്ങളും അമൃത ചെടികളും നട്ടുപിടിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇത് ചിത്രശലഭങ്ങളുടെ ഒരു തത്സമയ ശേഖരണമായി പ്രവർത്തിക്കുന്നു. ഈ പാർക്കിൽ 120ഓളം ഇനങ്ങളെ പരിവേഷണം ചെയ്യാനും പഠിക്കാനും കഴിയും. അതിന് നടുവിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ആ എലിവേറ്റഡ് വാക്ക്വേ ഉണ്ടല്ലോ, അതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള ചെടികൾക്കും പൂക്കൾക്കും ഇടയിലൂടെ പലതരം ചിത്രശലഭങ്ങൾ കൂട്ടമായി പാറി നടക്കുന്നത് കാണാം. അവിടെ നിൽക്കുന്ന പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ അങ്ങകലെ പാറകൾക്കിടയിലൂടെ ഒരുക്കിയിരിക്കുന്ന ഒരു ഫൗണ്ടെയിൻ കാണാം. പിന്നെയും മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കാണാം ഈ നടപ്പാതയ്ക്കടുത്ത് മറ്റൊരു ഫൗണ്ടെയിൻ. ഉയരത്തിലേക്ക് പോയി താഴേക്ക് പതിക്കുന്ന ആ ജലഗണങ്ങളിൽ കാണാം മാനത്തെ മഴവില്ല്. അങ്ങനെ മാനത്തെ കാഴ്ചകൾ കീഴെ ഭൂമിയിൽ തരും ഈ മൃഗശാല. പ്രതിവർഷം 14 ലക്ഷം സന്ദർശകർ എത്തുന്ന ഈ മൃഗശാല മാറുന്ന സാഹചര്യം നേരിടുന്ന വെല്ലുവിളികളെ നേരിടാൻ കാലഹരണപ്പെട്ട കൂടുകൾ ഘട്ടം ഘട്ടമായി തുറന്ന കിടങ്ങുകളുള്ളതും വിശാലവും പ്രകൃതിയോട് ഇണങ്ങുന്നതുമായ ചുറ്റുപാടുകളാക്കി മാറ്റുന്ന ഈ നവീകരണ പദ്ധതി 1995-96 മുതൽ നടപ്പിലാക്കി വരികയാണ്. കാഴ്ചകൾ ഇനിയുമുണ്ട്. ഇരുട്ട് നിറഞ്ഞ ഈ കേവിനുള്ളിൽ ഉരകവർഗ്ഗങ്ങളെല്ലാം ഉണ്ട്. വലിയ അനാക്കോണ്ട വരെയുണ്ട്. പക്ഷെ അവിടെ ഫോട്ടോകൾ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുവരെയും തിരുവനന്തപുരം ബയോളജിക്കൽ സൂ കണ്ടിട്ടില്ലെങ്കിൽ വരൂ, സന്ദർശിക്കൂ. കുടുംബത്തോടൊപ്പം, കൂട്ടുകാരോടൊപ്പം, കൂട്ടാളിയോടൊപ്പം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. വീഡിയോ ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ.